ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൽഡറാഡോ ടെക്കി എന്ന് പറഞ്ഞ ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറോസ് എന്നുള്ള മൂവിയുടെ 3D മൂവിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ആ ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യാനാണ് പോകുന്നത്. ബാറോസ് എന്നുള്ള മൂവിയെക്കുറിച്ച് നമുക്കറിയാം, മോഹൻലാൽ ഡയറക്ഷൻ ചെയ്യുന്ന പുതിയ മൂവിയാണ്. ഒരുപാട് എക്സ്പെൻസ് ചിലവ് ചെയ്തിട്ട് ഒരുപാട് വൺ ബഡ്ജറ്റിലാണ് ആ മൂവി വരുന്നത്. 3D ഫിലിമാണ്. മാത്രമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ടെക്നീഷ്യൻസ് ആയാലും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഇൻ്റർനാഷണൽ ലെവലിലൊരു മൂവിയാണ്. ബാറോസിൻ്റെ ഒരുപാട് അണിയറ വിശേഷങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു ബാറോസിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്, സോങ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ലിഡി എന്ന് പറയുന്ന വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു 12 വയസ്സുകാരൻ. എന്താ പറയുക, ഈ ബെസ്റ്റ് പെർഫോമറാണ്, ഗ്ലോബലി ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 12 വയസ്സുള്ളപ്പോഴാണ് ലിഡി എന്നിപ്പോൾ 19 വയസ്സ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ബാറോസ് എന്നുള്ള മൂവിയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ആകെ 3, 4, 5 പേര് മാത്രം മലയാളികളായിട്ട് ഈ മൂവീസിലുള്ളൂ. ബാക്കിയുള്ള കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. റഷ്യൻസും അതുപോലെ തന്നെ പാരീസിൽ നിന്നൊക്കെയുള്ള ക്രൂവിനെയാണ് ഇവർ ഈ മൂവിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അവരൊക്കെയാണ് ഇതിൽ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഇൻ്റർനാഷണൽ ലെവലിലൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ നമുക്ക് റിയാക്ട് ചെയ്യാം. ആശീർവാദ് സിനിമാസ് ആദ്യമായിട്ടൊരു കൈ വരുന്നു. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. അതെന്താന്നത്? ഗ്രൂട്ടിൻ്റെ ഒക്കെ മാതിരി തോന്നുന്നൊരു സംഭവം. ഇസബെല്ല, ഗോവയിൽ വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ഷൂട്ടൊക്കെ നടന്നിട്ടുള്ളത്. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. ഇത് കുട്ടികളുടെ മൂവിയാണ്, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീനൊക്കെ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. ഫാൻറ്റസി മൂവീസ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. 3D കുട്ടികളുടെ ഒരു സിനിമ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ മൂവി മോഹൻലാൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചിത്രം, ഫുള്ളി 3D ആയിട്ടുള്ള, അവർക്കതിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് ചുറ്റുമുള്ള കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടൈപ്പ് മൂവി ആയിരിക്കും ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യാമറ 3D ക്യാം വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഇതിൽ ഒരു സസ്പെൻസായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂമറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാലൊക്കെ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ മോഹൻലാലിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് മോഹൻലാൽ വെറുതെ ചിരിച്ച് തള്ളുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അപ്പോൾ എന്തോ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, ആരോ ഒരാൾ പറയുണ്ടായി. 3, 4 പേര് മാത്രമേ മലയാളികളായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്, നമുക്ക് ഈ മൂവി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനി എന്തായാലും ട്രെയിലർ ഞാൻ റിയാക്ട് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ഈ മൂവി കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന ഇന്ന് 50 സബ്സ്ക്രൈബേഴ്സ് എന്നായിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. പ്ലീസ് ലൈക്ക് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Stay tuned. I will see you in the next video. Bye.